ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇന്ന് അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 24-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. അപ്പൊ ദൈവത്തിന് വസിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിന്റെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട്. ആമേൻ. യേശു ക്രിസ്തുവിലാണ് ജീവന്റെ ഉറവിടം. ക്രിസ്തു. ആമേൻ. അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ് ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവുള്ളത് പിതാവുണ്ട്, പുത്രനുണ്ട്. ഈ ആത്മാവ് നിന്നിൽ നിന്ന് വെളിയിൽ പോകത്തില്ല. കാരണം നീ മരിച്ചു കഴിയുമ്പോഴാണ് ഈ ആത്മാവ് വേർപെടുന്നത്. അതുവരെ ആത്മാവുണ്ട്. പക്ഷേ നീ തിന്മ പ്രവർത്തിക്കുമ്പം ദുഷ്ടാത്മാവ് നിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ ദുഷ്ടാത്മാവ് വന്നും പോയിരിക്കുന്നവനാ. അവൻ പ്രസവം. പക്ഷെ യേശു നിന്റെ കൂടെ ഉണ്ട്. അവൻ ഹല്ലേലൂയ. അത് 1 യോഹന്നാൻ 4:13 പറഞ്ഞത്, ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമാണ്. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവമാണ് ഭൂമിയുടെ മേൽ അധികാരം. പക്ഷേ ദൈവത്തിന്റെ സ്ഥാനത്ത് പുരുഷനും സ്ത്രീയും നിൽക്കുന്നുണ്ട്. അവന്റെ ഛായ സൃഷ്ടിച്ചതുകൊണ്ട് അവനെ ഈ ലോകത്തിൽ നിർത്തിയിരിക്കണം, ഈ ലോകത്തിന്റെ ഭരണം. പക്ഷേ ഇവന്റെ ശിരസ് ക്രിസ്തുവാണ്. അവൻ, അതായത് സസ്യങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളും എല്ലാത്തിന്റെയും സൃഷ്ടാവാണ്. അതാണ് ഈശോ പറഞ്ഞത്, കാള തന്റെ കൂടെ അറിയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള ബാക്കിയെല്ലാം ദൈവത്തെ അറിയുന്നുണ്ട്, മനുഷ്യൻ മാത്രം അറിയുന്നില്ല. ഹല്ലേലൂയ. കാരണം എന്താ? അവന്റെ ഉള്ളിലേക്ക് തിന്മ കടന്നു വന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇനി അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യക്കരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷിച്ചിരിക്കുന്നത്. ആമേൻ. കാരണം അപ്പം മനുഷ്യക്കരങ്ങളിൽ നിന്ന് ദൈവം എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല. കാരണം നിന്നോട് ചോദിക്കാതെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. ഇനി നിന്നോട് ചോദിക്കാതെയാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. കേട്ടോ? അപ്പം സൃഷ്ടിച്ച നിന്നെ രക്ഷിക്കാനും കർത്താവിന് അറിയാം. ഈ പ്രപഞ്ചത്തെ കർത്താവ് വീണ്ടും നവീകരിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിന്റെ യേശുവിന്റെ 2-ാം വരവാണ്. അതുവരെ നമുക്ക് മാനസാന്തരത്തിനുള്ള സമയം തരുന്നുണ്ട്. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 പത്രോസിന്റെ 3-ാം അധ്യായത്തില് 9-ാമത്തെ വചനം എന്നാ പറഞ്ഞു നോക്കിയേ. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കേട്ടോ? അപ്പോൾ ദൈവം നമുക്ക് സമയം തന്നിരിക്കണം. കർത്താവ് ദീർഘക്ഷമ നമുക്ക് തന്നിരിക്കുക. കാരണം എന്നാ? നമ്മുടെ ഉള്ളിൽ ഈ യേശു തന്നെയാണ് ഇരിക്കുന്നത്, ഈ ദൈവം തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നശിപ്പിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സമയം തരുന്നത്. ആമേൻ. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. 17-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാണ് ഇനി 25-ാമത്തെ വചനമാണ്, മനുഷ്യക്കരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ലെന്നോ. നിന്നോട് ചോദിക്കാതെ തന്നെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു. നീ പ്രാർത്ഥിച്ചിട്ടല്ല ഈശോ ഈ ഭൂമി വന്നതും കുരിശിൽ കയറിയതും രക്ഷിച്ചതും ഒക്കെ, പിശാചിന്റെ പ്രവൃത്തി ഇല്ലാതാക്കിയതൊക്കെ. അത് ദൈവിക പദ്ധതിയാണ്. ദൈവിക പദ്ധതിയിൽ നമുക്കെന്താ? നമുക്കൊന്നുമില്ല പങ്ക്. നീ മര്യാദയ്ക്ക് അവന് വിധേയപ്പെട്ട് അവരുടെ വചനം അനുസരിച്ചാൽ നിന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കും. നീയും അവന്റെ ശിഷ്യനായി മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ, ശിഷ്യനാകുന്ന പറഞ്ഞാൽ അവൻ പറഞ്ഞത് അതേപടി അനുസരിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞത്? കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും പ്രദാനം ചെയ്തത്. കേട്ടോ? അപ്പം മനുഷ്യനെ അല്ല പരിപാലിക്കേണ്ടത്. ഇവിടെ മനുഷ്യനെ പരിപാലിക്കാൻ നടക്കുക. മാതാപിതാക്കൾ മക്കളെ പരിപാലിക്കുന്നു. അവരുടെ കാര്യങ്ങൾ നോ. മക്കളും മാതാപിതാക്കളും എല്ലാവരും ഈ ദൈവത്തിൽ ആശ്രയിക്കണം. അവൻ എന്നിട്ടോ പരസ്പരം സ്നേഹിക്കണം. അത് സ്ഥാനമാനങ്ങളുണ്ട്. അപ്പൻ അമ്മ, ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ. ഇങ്ങനെ ഈ സ്ഥാനത്തിന് നീ വില കൊടുത്തിരിക്കണ്ടല്ലോ. നീ ദൈവിക സംവിധാനത്തെ തന്നെ ധിക്കരിക്കും. ആ ധിക്കരിക്കാൻ നിനക്കോ ശിക്ഷാവിധി വരും. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം. വചനങ്ങൾ എഴുതി പഠിക്കണം. എന്നിട്ടോ
അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് ആപ്ലിക്കബിൾ ആവുമെന്നുള്ളത് അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ നീ എൻ്റെ കൽപ്പന അനുസരിക്കുകയും എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഞാൻ 1000 തലമുറ അനുഗ്രഹിക്കുന്നത്. അതാണ് ഒരൊറ്റ വഴിയുള്ളൂ. ആമേൻ. കാരണം അപ്പം എന്നിട്ട് എന്ത് പറയുന്നത്, പിന്നെ 27-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ, ഇത് അവർ വിഭിന്ന കാലങ്ങളും വാസഭൂമികൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ചിലയിടത്ത് തണുപ്പുണ്ട്, ചിലയിടത്ത് ചൂടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ രൂപം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതായത് നോർത്ത് പോൾ, സൗത്ത് പോൾ. അപ്പം നോർത്തിൽ എന്താണ്, നോർത്തിൽ തണുപ്പ്, സൗത്തിലും തണുപ്പ്, ഭൂമധ്യ രേഖയ്ക്ക് മുഴുവൻ ചൂട്. അപ്പം ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഇതൊക്കെ ആ സൃഷ്ടാവിനോട് ചേർന്ന് നിന്നുണ്ടല്ലോ, നിനക്ക് യാതൊരു കുഴപ്പം, ദീർഘായുസ് തരും എന്ന് പറഞ്ഞു. ദീർഘായുസ്. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ അവിടുന്നാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ സൃഷ്ടിച്ചു അല്ലേ? അപ്പോൾ ഈ ശ്വാസം തരുന്നതാണ് ദൈവമാണ്. ഈ ശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് വന്നപ്പോഴാണ് നമ്മൾ ഈ ശ്വാസം എടുക്കാൻ തുടങ്ങിയത്. അതാണ് ഓക്സിജൻ. ഇപ്പം നമുക്ക് ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഓക്സിജനാണ് മനുഷ്യൻ ശ്വസിക്കുന്നത്. എന്നിട്ട് മനുഷ്യൻ പുറത്തു വിടുന്ന എന്താ, കാർബൺ ഡൈ ഓക്സൈഡ്. ആമേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്നിട്ടോ അവർ വിടുന്നതാണ് ഓക്സിജൻ. അപ്പം നോക്കിയേ, പ്രകൃതിയും മനുഷ്യനും ദൈവം തമ്മിൽ ബന്ധമുണ്ട്. ഇതിനെവിടെയെങ്കിലും ഇക്വിലിബ്രിയം, അതായത് എല്ലാം അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നത്, അത് പ്രകൃതിയും മനുഷ്യനും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം മൃഗങ്ങളും അതുങ്ങളും ഓക്സിജൻ ശ്വസിക്കുന്നു. സസ്യങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് നമുക്ക് ഓക്സിജൻ തരുന്നത്. അതുകൊണ്ടാണ് വൃക്ഷങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പം ദൈവം സൃഷ്ടിച്ച സംവിധാനം നമ്മൾ ആദ്യം പഠിക്കണം. അന്നേരം നീ എളിമപ്പെടും. ഇല്ലെങ്കിൽ നീ എന്തോ ആണ് കുറെ സയൻസ്, കുറെ റിസർച്ച് ഇതെല്ലാം ചെയ്ത് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുമ്പോണ്ടല്ലോ, നിനക്കത് നഷ്ടമാകും. നീ അല്ല നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രതാവ്. അത് യേശു പിതാവായ ദൈവം വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കണം. അപ്പോൾ നിന്നിലൂടെ ദൈവം പലതും ചെയ്യും. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി അതുകൂടാതെ തന്നെ അപ്പം നീ താട്ട് പറയുന്ന ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതായത് ജീവിക്കുന്ന ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എമ്മാവൂസ് ശിഷ്യന്മാരോട് സംസാരിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സാവൂളിനോട്, പൗലോസിനോട് സംസാരിച്ചു, കൊർന്നേലിയോസിനോട് സംസാരിച്ചു, അങ്ങനെ ഇവരോട് വിജാതിയോട് സംസാരിച്ചു. അപ്പം നീ നിന്റെ ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം അവൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അവൻ നിന്നെ വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 6-ാമത്തെ വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആമേൻ. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മാറ്റപ്പെടുത്തും. അപ്പം നിന്റെ ഉള്ളിൽ ദൈവം വളരണം. ആമേൻ. എന്നിട്ട് പറയുന്നില്ല, ഇനി കണ്ടെത്താൻ വേണ്ടി എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. കേട്ടോ, ഈ 27-ാമത്തെ വചനം പറയുന്നുണ്ടോ. എന്നിട്ട് പറഞ്ഞു 28-ാമത്തെ വചനം പറയണ എന്തെന്നാൽ, ഇനി അതിൻ്റെ കാരണങ്ങൾ പറയാം. അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. കേട്ടോ, നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. നമ്മൾ കാണുന്ന രൂപമല്ല ഇത്. മനുഷ്യന്റെ ഭാവനയിൽ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം നീ നിന്റെ ദൈവത്തെ കാണണം. അതിനോട് നിന്റെ ആന്തരിക നയനം തുറക്കണം. അത്രേ ഉള്ളൂ. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മനസ്സ് തുറക്കണമേ, എൻ്റെ കണ്ണ് തുറക്കണമേ, എൻ്റെ ചെവി തുറക്കണമേ. ശിഷ്യന്മാർ കഥ അടച്ചിരുന്നപ്പോൾ ഈശോ വന്നിട്ടു അവിടെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അവസാനം വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ ഹൃദയത്തെ ദൈവം തുറന്നു. അപ്പം ഈ നമ്മുടെ ഹൃദയം അടഞ്ഞു കിടക്കണം ഇവിടെ. ആ ജീവിക്കുന്ന ദൈവത്തോട് നീ സംസാരിച്ചാൽ മതി. നിന്റെ ഉള്ളിലുള്ള ദൈവത്തോട്, കർത്താവ് എൻ്റെ ഹൃദയം തുറക്കണമേ. അത് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവ് നിന്നോട് സംസാരിക്കും. കാരണം നിന്റെ മേൽ അധികാരം കർത്താവിനാണ്. അതുകൊണ്ട് അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. കേട്ടോ, അപ്പം യേശു ക്രിസ്തുവിലാണ് നിന്റെ നിലനിൽപ്പ്. യേശുവെ നന്ദി, യേശു സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നീയും ദൈവം തമ്മിലുള്ള ബന്ധമാണ് മനസ്സിലാക്കേണ്ടത്. നിന്റെ നിലനിൽപ്പ് ക്രിസ്തുവിലാണ് നീ സൃഷ്ടിക്കപ്പെട്ടത്. എഫേസ്യർ 2:10 നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. കാരണം നീ അവൻ്റെ കരവേലയാന്ന് പറഞ്ഞത്. അതായത് നിനക്ക് സ്വമേധ ഒരു നിലനിൽപ്പില്ല ഈ ലോകത്തിൽ. അപ്പം നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണം. അടുത്ത എപ്പിസോഡിൽ
നമ്മൾ എങ്ങനെയാണ് ബന്ധത്തിലേക്ക് വരുന്നുള്ളതും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.